നിരക്ഷരയും വൃദ്ധയുമായ പെരുവേലാംശം ദേശത്ത് പരനാരി തങ്കമണി മകൻ മഹേഷ് ഭിന്നശേഷിക്കാരനും അക്ഷരാഭ്യാസമില്ലാത്തതും ബുദ്ധിമാന്ദ്യവുമുള്ള മകനും അറിയാതെ പെരുവേൽ സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും തങ്കമണിയുടെ സഹോദരനായ വിനു എന്ന വിളിക്കുന്ന വിനോദ് 10 ലക്ഷം രൂപ ലോൺ എടുത്തതായി പരാതി. എഴുത്തും വായനയും അറിയാത്ത തങ്കമണിയെ കൊണ്ട് വിവിധ പേപ്പറുകളിൽ ഒപ്പിടിച്ചു വാങ്ങുകയായിരുന്നു. ഇപ്പോൾ അത് ഇരട്ടിച്ച് 25 ലക്ഷം രൂപയായി. 24/3/2025 ജപ്തി ചെയ്യാൻ വെച്ചിരിക്കുകയാണെന്നും ഇവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഈ വിഷയത്തിൽ തങ്കമണി എന്ന സ്ത്രീ വിശദമായിട്ട് നമ്മൾ ആ പ്രസ് റിലീസിൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. തങ്കമണി എന്ന സ്ത്രീ 75 വയസ്സുള്ള സ്ത്രീയാണ്. അവരിപ്പോൾ ഗർഭപാത്രം ഇറങ്ങിപ്പോണ അസുഖം കൊണ്ട് ആ ക്ലിപ്പിട്ട് വീട്ടിൽ വിശ്രമിക്കുകയാണ്. ഇവിടെ അടുത്ത പെരുവായിലാണ്. നിങ്ങൾക്ക് നിലവിൽ സന്ദർശിച്ചാൽ അറിയാൻ പറ്റുന്ന സംഭവമാണ്. അവരെ മകനാണത്. ഇത് ഈ മകൻ്റെ ഭാര്യയാണിത്. അപ്പോൾ ഈ സ്ത്രീ 2015 നിങ്ങൾക്ക് പരിശോധിക്കാം. ഇയാൾക്കോ ഈ അമ്മക്കോ എഴുത്തും വായനയോ എണ്ണാനൊന്നും അറിയില്ല. ഒരു നിരക്ഷരാണ്. നിങ്ങൾ ഇയാളെ പൈസ കൊടുത്ത് നിങ്ങൾ എണ്ണിച്ച് നോക്കിയാൽ എനിക്കറിയാം, അല്ലെ വേറെ എന്ത് ചെയ്താലും അറിയാം. ഇവർക്ക് എഴുത്തും വായനയോ എണ്ണാനോ ഒന്നും അറിയില്ല. അപ്പോൾ ഇയാൾ വിവിധ ഹോട്ടലുകളൊക്കെ ചെറിയ തൊഴിൽ ഹോട്ടലുകൾ പിന്നെ സപ്ലയറായിട്ടും ഇങ്ങനെ പാത്രം കടയിലൊക്കെ ആയിട്ടുള്ള ഒരു പരിപാടിക്ക് പോകലാണ്. ഇയാളെ ഭാര്യയാണ് ഇത്. ഇവർ SC വിഭാഗത്തിൽപ്പെട്ട മിശ്രവിവാഹിതരാണ്. അപ്പോൾ ഈ ഭാര്യ ഇവരിപ്പോൾ 2019 ഇവർ കല്യാണം കഴിഞ്ഞത്. ഈ 2019 കല്യാണം കഴിഞ്ഞ് ഇവൾ ഈ വീട്ടിലേക്ക് എത്തിയപ്പോഴാണ് ഇതിൻ്റെ കാര്യങ്ങൾ മനസ്സിലായത്. ഈ തങ്കമണി എന്ന സ്ത്രീയുടെ പേരിൽ 18.3 സെൻറ്റ് പെരുവായിലുണ്ട്. അതിൻ്റെ പിന്നെ റീസർവേ നമ്പറും മറ്റു കാര്യങ്ങളും വളരെ വിശദമായിട്ട് ഈ പ്രസ് റിലീസിനകത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ആധാരവും പണയം വെച്ചുകൊണ്ട് 10 ലക്ഷം രൂപ പെരുവായിൽ സർവീസ് സഹകരണ ബാങ്കിൽ നിന്ന് എടുക്കുക. ഇതിൻ്റെ ഉടമകളായുള്ള ഇയാളോ ഈ തങ്കമണി എന്നാണ് സ്ത്രീയോ വിവരറിയുന്നില്ല. വിവരറിയുന്ന വെച്ചാൽ അവരെ കൊണ്ടുപോയിട്ട് അവരെ നിങ്ങൾക്ക് പെൻഷൻ ശരിയാക്കാമെന്ന് പറഞ്ഞിട്ട് കള്ളാസിൽ ഒപ്പിടിപ്പിക്കുക. അത് മിക്കവാറും ഒപ്പുകൾ വ്യാജവുക. ആ ഒപ്പ് പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. ആദ്യമായി ഞാൻ പറയാം. അങ്ങനെ ഇവർ കൊണ്ടുപോയി ഒപ്പിടിപ്പിച്ചു. അതിനുശേഷം പല കടലാസുകൾ വരും. ഈ കടലാസ് വരും. തങ്കമണി എന്ന സ്ത്രീ ഈ സ്ത്രീയുടെ ആങ്ങള വിനു എന്ന് വിളിക്കുന്ന വിനോദാണ് ഈ പൈസ എടുത്തിട്ടുള്ളത്. അങ്ങനെയല്ലേ പേര്? വിനോദ് കുമാർ പൈസ എടുത്തുള്ളത്. അപ്പോൾ ഈ കടലാസ് വരും. ഇവരായ അമ്മ അവിടെ കൊണ്ടുപോയി കൊടുക്കും. അങ്ങനെ അതിന് ശേഷം 2019 സജിതനെ വിവാഹം കഴിച്ച് വന്നേ പിന്നെയാണ് സജിതക്ക് ഈ പേപ്പർ സജിത കാണുന്നത്. പേപ്പർ കണ്ടപ്പോൾ സത്യാവസ്ഥ മനസ്സിലായി. അങ്ങനെ ബാങ്കിനെ സമീപിച്ചു, എല്ലാവരെയും സമീപിച്ചു. പിന്നെ ഏറ്റവും അവസാനമായി പിന്നെ പരാതിയൊക്കെ കൊടുത്തു. അപ്പോൾ അവിടെയുള്ള പല ആൾക്കാരും വിളിച്ച് ഡയറക്ടർമാരടക്കമുള്ള പല ആൾക്കാരും വിളിച്ച് ഇവരെ മധ്യസ്ഥം പറഞ്ഞു. അപ്പം മറ്റേ ആളോട് പറഞ്ഞു പൈസ നിർബന്ധമായിരിക്കും അടക്കം നിങ്ങൾ വാങ്ങിയ പൈസ ആണ്. ഇതിൽ ഒരു പൈസ ഇവർ കൈപ്പറ്റുകയോ ഇവർ വാങ്ങുകയോ ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ടൊക്കെ അന്വേഷിക്കുകയോ ചോദിക്കുകയും ചെയ്യാമല്ലോ. പിന്നെ ഇവിടെ നോക്കിയാൽ പത്രക്കാരൻ നിലക്ക് നിങ്ങൾ വളരെ വിശാലമായ പ്ലാറ്റ്ഫോമുള്ള ആൾക്കാരാണല്ലോ. അപ്പോൾ കാര്യങ്ങളൊക്കെ നിങ്ങൾ വളരെ വ്യക്തമായ രൂപത്തിൽ കിട്ടുമല്ലോ. അപ്പോൾ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണെന്ന് വെച്ചാൽ ആ ലോണ് വർദ്ധിച്ചിപ്പോൾ 25 ലക്ഷം റുപ്യയായിട്ട് 24-ാം തീയതി ജപ്തിക്ക് വെച്ചിരിക്കുക. ഒരു രക്ഷയില്ല. ഇവർ ഈ അസുഖം ബാധിച്ച് കിടക്കുന്ന അമ്മയും എപ്പോഴേലൊക്കെ പണിക്ക് പോകണം. ഇപ്പോൾ ഇയാൾക്കും പലവിധ അസുഖങ്ങളാണ്. ഇവൾ തൊഴിലുറപ്പ് ജോലി ചെയ്തുകൊണ്ടാണ് ഈ കുടുംബം പുലർത്തുന്നതും ഇവരെ ചികിത്സിക്കുന്നതും ഒക്കെ. വേറെ സഹായത്തിനോ മറ്റ് കയറിക്കിടക്കാനോ ഒരിടല്ല. ഈ 18.3 സെൻറ്റ് സ്ഥലം ജപ്തി ചെയ്തു പോയാൽ ഇവിടെ പെരുവഴിയാണ് ആധാരം. ഇത് പല പ്രാവശ്യം ഞാനടക്കമുള്ള ആൾക്കാർ ഇവർ ഈ നിൽക്കുന്നതിൽ പലരും ഞങ്ങളടക്കമുള്ള ആൾക്കാർ ഈ ബാങ്ക് ഇത് ഒന്ന് ഇവിടെ സഹോദരനാണ്, ഇതും ഇവരുടെ സഹോദരനാണ്. ഇവർ നമ്മുടെ സംഘടനാ പ്രവർത്തകരായതുകൊണ്ടാണ് നമ്മുടെ വിഷയത്തുനിന്നും നമ്മളിവിടെ എത്തുന്നത്. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരെ സഹായിക്കാൻ ഇവരൊക്കെ നിത്യ കൂലിപ്പണി എടുത്ത് ജീവിച്ച് ഇവരെ കുടുംബം പോറ്റി പോണ ആളാണ്. ഇപ്പം ഇവളിപ്പോൾ ചെന്നതിന് ശേഷം ഞാൻ പറഞ്ഞല്ലോ, വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല, ഈ രൂപത്തിൽ പോണത്. അപ്പോൾ ഇത് അടയ്ക്കാൻ വേണ്ടി ഞാൻ വരും അടക്കമുള്ള ആൾക്കാർ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ബാങ്കിൽ പോയിട്ട് പ്രസിഡന്റേയും ബന്ധപ്പെട്ട ആൾക്കാർ നമ്മൾ കണ്ടു കാര്യങ്ങൾ സംസാരിച്ചു. അപ്പോൾ അവർക്കും ബോധ്യമുണ്ട് ഇവരല്ല വാങ്ങിച്ചതെന്നുള്ളത്. അത് വളരെ പൂർണ്ണമായി ആ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ CPM-ൻ്റെ ഘടകങ്ങൾ പല പ്രാവശ്യം ഇവരെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. നമുക്ക് അയാൾ അടയ്ക്കേണ്ടാണ്, അയാൾ വാങ്ങിയാന്ന് ഇവർ കേൾക്കുക. അതൊക്കെ ഇവർ വിശദീകരിക്കും. ഇവർ കേൾക്ക പറഞ്ഞു നിങ്ങൾ അടയ്ക്കേണ്ട, നിങ്ങൾ അടച്ചാൽ തീരുമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ഇവർ 5 പൈസ തൊട്ടിയില്ലാന്നും ബാങ്ക് അധികൃതർക്കും ആൾക്കാർക്ക് അറിയാം. പക്ഷേ ഇയാൾക്ക് എങ്ങനെയാണ് ഈ ലോൺ ഏത് രൂപത്തിലാണ് ബാങ്ക് കൊടുത്തതെന്നും ഈ വിനോദ് കുമാരെ സംബന്ധിച്ചിടത്തോളം ഈ പെരിയങ്ങാട് ബ്രാഞ്ചിൽ നിന്ന്, അതായത് പെരുവായിൽ സർവീസ് സഹകരണ ബാങ്കിൻ്റെ പെരിയങ്ങാട് ബ്രാഞ്ചിൽ നിന്ന് 3 ആളുടെ പേരിൽ അയാൾ വീണ്ടും ലോൺ എടുത്തിട്ടുണ്ട്. ഈ സ്ത്രീയുടെ അനിയത്തി നിന്നുണ്ട് പിന്നെ ഭൂമി വെച്ചാൽ 35 ലക്ഷം റുപ്യ വേറെ എടുത്തിട്ടുണ്ട്. സുധ എന്നൊരു പെണ്ണിൻ്റെ പേരെടുത്തിട്ടുണ്ട്. ലക്ഷ്മി എന്നൊരു പെണ്ണിൻ്റെ പേരിലെടുത്തിട്ടുണ്ട്. ഇതൊക്കെ ബാങ്ക് അറിഞ്ഞുകൊണ്ടല്ലാണ്ട് എങ്ങനെ അടക്കുക?
ഇപ്പോൾ ബാങ്ക് വളരെ പൂർണ്ണമായിട്ട് അറിഞ്ഞുകൊണ്ട് ഈ പാവപ്പെട്ട ഇവരെ തെരുവാതാരാക്കാനുള്ള ഒരു പരിപാടിയാണ്. ഞങ്ങൾ ഇതുവരെ ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ബാങ്കിൽ പോയി അതിന് ബന്ധപ്പെട്ടവർ ഞങ്ങൾ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല, ബാങ്ക് നടപടികളായിട്ട് മുന്നോട്ട് പോകും, പിന്നെ ഞങ്ങൾ റിക്കാർഡൊക്കെ ക്ലിയർ ആണെന്നുള്ള രൂപത്തിലാണ്. ബാങ്കിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ പറയണമെന്നില്ല, അവരെ റിക്കാർഡ് ക്ലിയർ ആക്കി തന്നെ കാര്യങ്ങൾ ചെയ്യുള്ളൂ. പക്ഷേ അതിനെപ്പറ്റി ഒരു കുടുംബം വഞ്ചിക്കപ്പെടുക, ഒന്നും അറിയാത്തൊരു വിഷയത്തിന്, അവർ ഇതിൻ്റെ ഗുണഭോക്താക്കളല്ല, ഒന്നും അറിയാത്തൊരു കാര്യത്തിന് അവർ റോഡുമലാകുക, ഇത് കൊടിയ വഞ്ചനയല്ലേ ഇത്. വഞ്ചന വെച്ചാൽ ഒരു കുടുംബത്തെ മുഴുവൻ ശരിയാക്കിയിട്ട് പൈസ വാങ്ങി അയാളെ തോന്നിയ ദിവസങ്ങൾ ചാറാടി ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുക. അത് വേറടക്കണമെന്നും പറഞ്ഞ് വെളി തെരുവിലാകുക എന്ന് വെച്ചാൽ ഇതിട്ട് വരെ ഒരു വഞ്ചന ഇനി വേറെ ഇല്ലല്ലോ. അത് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കാവുന്ന ഉദ്ദേശം കൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ അതിന് വേണ്ട രൂപത്തിൽ നമ്മൾ സഹകരിക്കണം. നമ്മളിപ്പോൾ ഉദ്ദേശിച്ചുള്ളത് ഞങ്ങൾ ഈ ബാങ്കിൻ്റെ ഇടപാട് സംബന്ധിച്ച് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനും അതുപോലെ തന്നെ പോലീസിനും DGPക്കും മുഖ്യമന്ത്രിക്ക് പണ്ട് പരാതി കൊടുക്കാൻ പുറപ്പെട്ടപ്പോൾ എഴുതി വെച്ച കോപ്പി നമ്മൾ എടുത്തിട്ടുണ്ട്. ഇവർ തന്നതാണ് കേട്ടോ. കൊടുത്തപ്പോൾ നിങ്ങൾ മുഖ്യമന്ത്രി കൊടുക്കരുതെന്ന് പറഞ്ഞാൽ ബ്ലോക്കാക്കുക ചെയ്തത്. അതിനെപ്പറ്റിയൊക്കെ അവർ സംസാരിക്കും. ബ്ലോക്കാക്കുക ചെയ്ത് കൊടുത്തില്ല. അതിന് ശേഷം ഇപ്പം ഞങ്ങൾ കണ്ട ഒരു പരിപാടി എന്ന് വെച്ചാൽ ഞങ്ങൾ കേരള മുഖ്യമന്ത്രി മനുഷ്യാവകാശ കമ്മീഷൻ മനുഷ്യാവകാശ ലംഘനം, അത് ഒരു മനുഷ്യനെ പറ്റിച്ച് കബളിപ്പിച്ച് അയാളെ റോഡ് മേലാക്കി ആൾ പേര് പൈസ വാങ്ങിയിട്ട് നിങ്ങൾ പറമ്പ് വിറ്റങ്ങ് അടച്ചാളി എന്ന് പറഞ്ഞ് എന്തിൻ്റെ മാനദണ്ഡത്തിൽ നമുക്ക് മനസ്സിലാകുന്നില്ല. ഇവർ ഈ പൈസ ചോദിച്ചു പോകുമ്പോൾ നിങ്ങൾ പറമ്പ് വിറ്റ് നിങ്ങൾ പൈസ അടച്ചാളെന്ന് അയാൾ പറയുന്നത്. ഇവർ അനുഭവിച്ചോ, അവർക്ക് ഏതൊരു അസുഖം വന്ന് ചിലവാക്കിയതോ മറ്റൊരു രൂപത്തിൽ ഇവർ വിവരം അറിയുന്നില്ലല്ലോ. അങ്ങനത്തെ ഒരു പൈസ അവരോട് അടയ്ക്കാൻ പറയും. അയാളെന്തൊരു മനുഷ്യനാണ് നമ്മൾ ആലോചിക്കണം. പല പ്രാവശ്യം അവരോടും ബന്ധപ്പെട്ട ഒരു ആൾക്കാർ സംസാരിച്ചിട്ടും ഇനി തീർപ്പിൽ അവരുടെ ഭാഗത്ത് യാതൊരു അവർ ഈ ബാങ്ക് ഈ നടപടിയായി മുന്നോട്ട് പോകുന്നത് കൊണ്ടാണ് ഞങ്ങൾ അടിയന്തരമായിട്ട് ഇങ്ങനത്തെ പത്രസമ്മേളനം വിളിച്ചു ചേർത്തി ഇനി മറ്റുള്ള കാര്യങ്ങൾക്ക് ഞങ്ങൾ കടക്കാൻ പുറപ്പെടുന്നത്. ഞങ്ങളെ സംബന്ധിച്ചോ ജപ്തി എന്നുള്ള നടപടി വന്നാൽ അതിനെതിരെ അന്നേരം ഞങ്ങൾ നോക്കും. ഇപ്പോഴാണ് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഇത് ബന്ധപ്പെട്ട കേരള മുഖ്യമന്ത്രി, മനുഷ്യാവകാശ കമ്മീഷൻ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്, അതുപോലെ തന്നെ ഇന്ന് നിലവിലുള്ള എല്ലാ സംവിധാനങ്ങളും ഞങ്ങൾ ഉപയോഗപ്പെടുത്തി കുടുംബത്തെ എങ്ങനെ രക്ഷപ്പെടുത്തിയെടുക്കാമെന്നാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. അത് നിങ്ങളെ പൂർണ്ണ സഹായ സഹകരണം കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി, നമ്മൾ ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിൻ്റെ ആൾക്കാരല്ലാന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. സംഘടനാ പ്രവർത്തനം നിലക്കും ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഇവിടെ നിന്ന് പൊതുപ്രവർത്തനം നിലക്കുമാണ്. അപ്പം നിങ്ങളുടെ പൂർണ്ണ സഹായ സഹകരണം ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ ആവശ്യമുണ്ട്. ഞാൻ കല്യാണം കഴിഞ്ഞ് അവിടെ ചെന്നപ്പോൾ അമ്മ പറഞ്ഞു പെൻഷൻ ഇല്ലാന്ന്. അപ്പോൾ എനിക്ക് പെൻഷൻ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പെൻഷൻ ശരിയാക്കാൻ പോയപ്പോൾ നികുതി ഷീട്ട് വേണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അമ്മനോട് ചോദിച്ചു നികുതി ഷീട്ട് തരാം. അന്നപ്പോൾ വിനുവിൻ്റെ അടുത്താണ് ആധാരം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ ചെന്ന് ഓരോട് ചോദിച്ചപ്പോൾ ഓരോ ഭാര്യ പറഞ്ഞ് ആ ബാങ്കിലാണ് ആധാരം ഉള്ളത്. ഫസ്റ്റ് എന്നോട് പറഞ്ഞു നിങ്ങളെ വീടുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് വെച്ചത്. അങ്ങനെ ഞാൻ ബാങ്കിൽ പോയി ചോദിച്ച് ഇങ്ങനെ എന്തിനാണ് ആധാരം വെച്ചത്, പിന്നെ ആധാരത്തിൻ്റെ ഒരു കോപ്പി എനിക്ക് തരുമോ, എനിക്ക് പെൻഷൻ ശരിയാക്കാൻ വേണ്ടിയിട്ടാണ് എനിക്ക് അതൊന്ന് കിട്ടേണ്ടിയിരുന്നത്. അന്നപ്പോൾ ഒരു പറഞ്ഞ് തരാൻ പറ്റൂല. അങ്ങനെ പിന്നെ ഞാൻ വീണ്ടും വീട്ടിൽ വന്നു. അങ്ങനെ പിന്നെ ഞാൻ ഇവിടെ വില്ലേജിൽ പോയി നോക്കിയപ്പോൾ ഒരു പറഞ്ഞ് അതില്ലാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഓരോരോ സ്ലിപ്പ് എഴുതി വാങ്ങണം. അങ്ങനെ ഞാൻ വീണ്ടും ബാങ്കിൽ ചെന്ന് ഓരോട് പറഞ്ഞ് എനിക്കൊരു സ്ലിപ്പ് എഴുതി തരുമെന്നാൽ എന്നാണ് ബാങ്കിൽ ഇത് വെച്ചത് അറിയേണ്ടിയിട്ടുള്ളത്. അതേപോലെ ഒരു സ്ലിപ്പ് എഴുതി തന്ന് ഞാൻ പെൻഷൻ ശരിയാക്കാൻ വേണ്ടി കൊടുത്ത്. അപ്പോൾ അന്നാണ് ഞാൻ അറിയുന്നത് ഈ ബാങ്കിൽ ഈ സാധനം ഉണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ നോട്ടീസ് വീട്ടിലേക്ക് വരൽ തുടങ്ങി. അതുവരെ വരാത്ത നോട്ടീസ് വീട്ടിലേക്ക് വരൽ തുടങ്ങിയപ്പോൾ ഞാൻ ചോദിച്ച് ഇതെന്താ നോട്ടീസ് ഞങ്ങൾക്ക് വരുന്നത്? എന്നപ്പോൾ അമ്മ ഇവിടെ അല്ലേ താമസിക്കുന്നതെന്നാണ് അവർ ചോദിച്ചത്. അപ്പം ഞാൻ പറഞ്ഞു അമ്മ എടുത്തില്ല. അമ്മ എന്നപ്പം പറഞ്ഞു നിങ്ങൾ പോരി, ഞാൻ ഓൻ്റെ അടുത്തേക്ക് പോരാ, ഞാൻ അവിടെ പോയി ഓരോനെടുത്തതാണ്, ഞാൻ എടുത്തിട്ടില്ല സംഭവമെന്ന്. അങ്ങനെ അപ്പാണ് അമ്മ ഇതറിയുന്നത്, അമ്മൻ്റെ പേരിൽ ഇങ്ങനെ ചെയ്തത് എന്നുള്ളത് അമ്മയെ അറിയുന്നതെന്നപ്പം. അപ്പോൾ എൻ്റെ ഭർത്താവിനോടോ വേറെ ആരോടോ അമ്മ പറഞ്ഞിട്ടുമില്ല, അമ്മക്ക് അറിയേയില്ല. എഴുത്തും വായന എണ്ണുന്നതൊന്നും അറിയാത്തത് അമ്മ. അങ്ങനെ അവിടെ ചെന്നിങ്ങായിട്ട് അവനോട് പറഞ്ഞപ്പോൾ പറഞ്ഞു ഞാൻ അടിക്കൂല, നിങ്ങൾ അടിച്ചാൽ മതി, ഞാൻ അടിക്കൂല, ഞാൻ എടുത്ത പൈസ അല്ല ഈ എടുത്ത പൈസ അല്ലേ എന്ന് വെച്ച്. അങ്ങനെ പറഞ്ഞു കേട്ടാണ് പിന്നെ അവിടുന്ന് ഞങ്ങൾ പോയിരുന്നത്. അവിടുന്ന് അമ്മ വന്ന് വീട്ടിൽ വന്ന് അമ്മക്ക് വിഷമമായി, അമ്മക്ക് പ്രഷർ കൂടി. പിന്നെ ഞാൻ കൊണ്ടുപോയി. പിന്നെ ഇങ്ങനെ കളിച്ചുകൊണ്ട് നിൽക്കുന്നതിലാണ് അമ്മക്ക് വയ്യാതാവുന്നതും. പിന്നെ ബാങ്കിൽ നിന്ന് പിന്നെ നോട്ടീസ് വരും, ജപ്തി വരികയാണ്, ജപ്തി ചെയ്യും, നിങ്ങൾ ഇറക്കി വിടുമെന്നും പറഞ്ഞങ്ങായിട്ടാണ് വരുന്നത്. കുറേ ആൾക്കാർ ഇല്ല ഇടപെട്ടുങ്ങായിട്ട് ഞങ്ങളെ പിന്നെ ഇതിന് വിളിച്ച് മീറ്റിങ്ങിന് വിളിച്ചപ്പോൾ ഓരോ കുടുംബക്കാരും വരാമെന്ന് പറഞ്ഞ് കുടുംബക്കാരും വന്ന് മീറ്റിംഗ് വിളിച്ച് അന്നും പറഞ്ഞ് ഞാൻ അടിച്ചോളാം പൈസ, പാർട്ടിക്കാരും ഇടപെട്ട് ഞാൻ അടിച്ചോളാം ഓല. പിന്നെ അപ്പോൾ പാർട്ടിയുള്ളവർ പറഞ്ഞ് വിനിയോ ഈയാണ് പൈസ എടുത്തത്, ഞങ്ങൾക്കറിയാം, ഈ തന്നെ പൈസ അടിക്കണം, ഈ മണിയേച്ചിയല്ല പൈസ എടുത്തതെന്നല്ല ഞങ്ങൾക്കറിയാം. ഞാൻ അടിക്കാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അടിക്കാമെന്നൊക്കെ പറഞ്ഞ് നിന്നവന് പെട്ടെന്ന് പിന്നെ അവന് പറഞ്ഞ് ഈ പാർട്ടിക്കാർ വീട്ടിൽ ചെന്ന് അവനോട് പറഞ്ഞ് പിന്നെ ഇങ്ങനെയാണ് സംഭവം, ഈ എന്തെങ്കിലും ഒന്ന് ചെയ്യണം നിങ്ങളെ. എന്നപ്പോൾ പറഞ്ഞ് ഞാൻ അടിക്കൂല എന്ന് തീർത്ത് പറഞ്ഞു. ഞാൻ അടിക്കൂല പൈസ, ആരാന്ന് വെച്ചാൽ അടിച്ചോടി, ഞാൻ അടിക്കൂല എന്ന് പറഞ്ഞു. അന്നപ്പോൾ ഓലതാണ് പറഞ്ഞത് ഞങ്ങളോട്.
ഈ ലേലം 24-ാം തീയതി എന്ന് പറഞ്ഞത്. ഇവരെയും കൊണ്ട് ഞാൻ എങ്ങോട്ട് ഇറങ്ങി പോകണോ എന്ത് ചെയ്യണം എനിക്കറിയില്ല. ഞാൻ തൊഴിലുറപ്പിന് പോയിട്ടാണ് ഇവരെ ഞാൻ നോക്കുന്നത്, അല്ലാതെ ഒന്നും എൻ്റെ കൈമലില്ല. ഇവർ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ആത്മഹത്യൻ്റെ വക്കിലെത്തുക എന്നല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതൊരു സംഭവം എൻ്റെ മുന്നിൽ ഞാൻ കാണും. ഇവർക്കും എന്തെങ്കിലും വിഷം വാങ്ങിക്കൊടുക്കും, ഞാനും കുടിക്കും. അതേ ഉള്ളൂ എൻ്റെ വഴി മുന്നിൽ, അല്ലാതെ എനിക്കൊരു വഴി എൻ്റെ മുന്നിലില്ല. എനിക്കതേ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയൂല. ഹായ്, നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ മാവൂരുള്ള കൈരളി സിൽക്സിലാണ്. ഇവിടെ വർഷാവസാനമായി വമ്പൻ ഓഫറുകളാണ് നൽകിയിരിക്കുന്നത്. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടുത്തെ വില കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. എല്ലാ ഐറ്റംസിനും ഡിസ്കൗണ്ട് ഉണ്ട് കേട്ടോ. ബ്രാൻഡഡ് ഐറ്റംസിന് 10% മുതൽ ഡിസ്കൗണ്ട് ഉണ്ട്. ഈ ഓഫറിൽ 490 രൂപ വില വരുന്ന ലേഡീസ് കുർത്തിക്ക് ഇപ്പോൾ വെറും 190 രൂപ മുതലാണ് വില വരുന്നത്. 390 രൂപ വില വരുന്ന ലേഡീസ് സ്കേർട്ടുകൾ ഈ ഓഫറിൽ വെറും 149 രൂപ മുതൽ ലഭ്യമാണ്. ഇവിടെ ഇപ്പോൾ ഷോളുകൾക്ക് വമ്പൻ ഡിസ്കൗണ്ട് ആണ് കേട്ടോ. 99 രൂപ മുതലാണ് വില വരുന്നത്. 490 രൂപ വില വരുന്ന ജെൻസ് ട്രെൻഡിംഗ് ഷർട്ടുകൾ ഇപ്പോൾ വെറും 199 രൂപ മുതൽ ലഭ്യമാണ്. 390 രൂപ വില വരുന്ന കുട്ടികളുടെ ഷർട്ടുകൾ ഇപ്പോൾ വെറും 100 രൂപ മുതൽ ലഭ്യമാണ്. 399 രൂപ വില വരുന്ന ജെൻസ് ടീഷർട്ടുകൾ ഇപ്പോൾ വെറും 99 രൂപ മുതൽ ലഭ്യമാണ്. 299 രൂപ വില വരുന്ന കർട്ടനുകൾക്ക് ഇപ്പോൾ വെറും 149 രൂപ മാത്രം. നവംബർ 18 മുതൽ തുടങ്ങുന്ന കൈരളിയുടെ ഈ ഓഫർ പെരുമഴയിൽ 10% മുതൽ 50% വരെ എല്ലാ വസ്ത്രങ്ങൾക്കും ഡിസ്കൗണ്ടുകൾ ലഭ്യമാണ്. വെൽക്കം ടു കൈരളി സിൽക്സ് മാവൂർ. ഗൾഫ് മീഡിയ സ്റ്റുഡിയോ ഓഡിയോ, വീഡിയോ എഡിറ്റിംഗ്, സ്റ്റിൽ ഫോട്ടോഗ്രാഫി, ആധുനിക സംവിധാനത്തോടെ സൗണ്ട് ഡബ്ബിംഗ് സംവിധാനം, ഡോൾബി അറ്റ്മോസ്, 7.1, 5.1 മിക്സിംഗ്. ഗൾഫ് മീഡിയ സ്റ്റുഡിയോ മാവൂർ കാട്ടാങ്ങൽ റോഡിൽ. ഗൾഫ് മീഡിയ സ്റ്റുഡിയോ പോസ്റ്റ് ഓഫീസിന് മുൻവശം, കാട്ടാങ്ങൽ റോഡ്, മാവൂർ. മൊബൈൽ 8921716618.